ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്നത്തെ വീഡിയോയിൽ എക്സാമിനർ ബുക്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും റിവ്യൂ, പിന്നെ അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എക്സാം ടൈമിലൊക്കെ എങ്ങനെയാണ് നമ്മളിത് യൂസ്ഫുൾ ആവുക, അതേപോലെ തന്നെ ഇതിലുള്ള യൂണിറ്റ് ടെസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്, അതേപോലെ തന്നെ ഇത് പ്രൈസ് ഓരോ സബ്ജക്റ്റിന്, അതായത് ഓരോ സബ്ജക്റ്റിന് എത്രയാണ് പ്രൈസ് വരുന്നത്, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുമോ, പിന്നെ അതേപോലെ തന്നെ എന്താണ് പിന്നെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഉള്ളത് ഒരു സെറ്റിൽ, അതുപോലെ തന്നെ പ്രൈസ്, പിന്നെ അതേപോലെ തന്നെ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി വീഡിയോ ഇടാനായിട്ട് കുറച്ച് ഒരു സപ്പോർട്ട് കിട്ടിയേനെ, കുറച്ചുകൂടി പ്രൊമോട്ട് ആയേനെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ വീഡിയോയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഫസ്റ്റ് നമുക്ക് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഞാൻ എക്സാമിനറിൽ വായിച്ചിട്ടുള്ളതാണ്. ബാക്കി ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം, പിന്നെ യൂസ് ചെയ്യുന്ന കാര്യം പറയാം. അപ്പോൾ ഈ ഒരു സെറ്റിന് സ്ഥലത്ത് 6 ബുക്ക് ഉണ്ടാവും. അത് ഇത് ഇംഗ്ലീഷാണ്, കണ്ടോ, ഇത് ഇംഗ്ലീഷാണ് ബുക്ക് വരുന്നത്, ഇംഗ്ലീഷ്. പിന്നെ അടുത്തത് ഹിന്ദി, പിന്നെ അടുത്തത് സയൻസ് സബ്ജക്റ്റ്. ഞാനിപ്പോൾ ബയോമാത്സ് ആണ്, അതനുസരിച്ച് കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്സ്, പിന്നെ ബയോളജി, പിന്നെ മാത്തമാറ്റിക്സ്. ഓക്കെ, ഇത്രയാണ് സയൻസ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ബുക്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഓരോ ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ബുക്കിന് വില വരുന്നത് 250 രൂപയാണ്. ഓക്കെ, ഒരു ബുക്കിന്. പിന്നീട് ഇംഗ്ലീഷിനും സയൻസിന് 230 ഇംഗ്ലീഷിന് 230, സയൻസ് സബ്ജക്റ്റിന് എന്താണ് 250 പ്രൈസ് വരുന്നത്. കണ്ടോ, 250 പ്രൈസ് വരുന്നത്. പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ലാംഗ്വേജിൽ 160 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പം അതനുസരിച്ചാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 1420 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടി ചേർക്കുന്ന സ്ഥലത്ത് എനിക്ക് അല്ലാതെ നിങ്ങൾ ഇപ്പോൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, എക്സാമിനിൽ കാണിക്കാറുണ്ട് 1420 രൂപയാണെന്ന്. അപ്പം ഈ സെറ്റ് എല്ലാം കൂടി കൂട്ടുമ്പോൾ അത്രയായിരിക്കാം. പക്ഷേ എനിക്ക് ബാച്ചിലുള്ളത് കൊണ്ട് 1200 അവർ തന്നത്. ബാച്ച് 5000-നാണ്, അതായത് 5000 പിന്നെ നമുക്ക് ബുക്സും കൂടി ചേർത്ത്, ബുക്ക് സെറ്റും കൂടി ചേർത്തിട്ട് 1200 കൂടി ചേർത്ത് 6200 കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ബുക്സിന് ഓർഡർ അപ്പോൾ തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവർ ചോദിക്കും. നമ്മൾ അതായത് ഒരു ഗൂഗിൾ ഫോം തരും, ഗൂഗിൾ ഷീറ്റ് തരും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, നമുക്ക് സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്തിട്ട് 1 മാസത്തിനകം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും പറയണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോപ്പായി നിൽക്കുകയായിരിക്കും, പോസ്റ്റ് എത്തിക്കാണത്തില്ല നമ്മൾ ജില്ലയിലേക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് അറിയിക്കണം. നമ്മളിപ്പം സ്റ്റുഡൻറ്റ് റിലേഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് അറിയിച്ചാൽ മതി. എനിക്ക് 1 മാസമായിട്ട് കിട്ടിയില്ലായിരുന്നു, അതിൻ്റെ മാസം കഴിഞ്ഞ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിനകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതെൻ്റെ ഒരു തെറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്ത സമയത്ത് അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അതായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യം. പിന്നെ എന്താണ് ഇതിൽ, അപ്പോൾ ഇതാണ് ബുക്ക് സെറ്റിൻ്റെ കാര്യം പറയാനുള്ളത്. ബാച്ചിൽ ഇങ്ങനെയാണ് ബുക്ക് സെറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ് എൻ്റെ. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് നമുക്ക് ലാസ്റ്റ് പറയാം. ഫസ്റ്റ് സയൻസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജിലേക്കും സെക്കൻഡ് ലാംഗ്വേജിലേക്കും ഇംഗ്ലീഷിലൊക്കെ പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാവുന്ന കെമിസ്ട്രി ആണ്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റും കാണിക്കാം. കെമിസ്ട്രിയിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചാപ്റ്റേഴ്സിനും PYQs ഉണ്ടാവും. അത് നമ്മളെന്തെന്ന് എപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിക്കില്ലേ, അതേ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്തു പോകാൻ ശ്രമിക്കുക. പിന്നീട് നമുക്കൊരു ടൈം കിട്ടത്തില്ല. പിന്നെ നമ്മൾ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ പോവുക. PYQs ഞാൻ ഇന്ന് തുറന്ന് കാണിക്കാം. ഇവിടെ ബാക്കിയുള്ളതും കൂടി വായിച്ച് ഞാൻ തുറന്ന് കാണിക്കാം. ഓക്കെ, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും പിന്നെ യൂണിറ്റ് ടെസ്റ്റ്, സിംപ്ലിഫൈഡ് നോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുറന്ന് കാണിക്കാം, അതായിരിക്കും കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിലാ തുറന്നപ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചാപ്റ്റർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാം. കണ്ടോ, ഇതാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതാണ് സൊല്യൂഷൻസ്. ഇത് സിംപ്ലിഫൈഡ് ഡീറ്റെയിൽ നോട്ട്സ് അവിടെ തന്നിരിക്കും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ചെറിയ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് എക്സാമിന് ഒരു അത്ര സാധ്യതയില്ലാത്ത ടോപ്പിക്സ് ഒക്കെ ഉണ്ടോ, അത് അതിൽ ഇൻക്ലൂഡ് ആവില്ല. അത് നമ്മൾ എന്തെങ്കിലും എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ എക്സാം അറിയാൻ, എക്സാമിൻ്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് വായിക്കുന്നത് അതൊന്ന് എഴുതിയിടുക. അടുത്ത എക്സാമിനെങ്കിലും അത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കാമല്ലോ, അങ്ങനെ രീതി. അപ്പോൾ ചില ടോപ്പിക്സ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. ചില ചാപ്റ്റേഴ്സിൽ എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ചില ചാപ്റ്റേഴ്സിൽ എന്താണ് ചില ടോപ്പിക്കൊക്കെ ഉണ്ടാവത്തില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നല്ല സിംപ്ലിഫൈഡ് നോട്ട്സ് ആണ്. എക്സാമിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും.
പിന്നെ ഇവിടെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, ഗ്രാഫൊക്കെ നല്ല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ നോട്ട്സ്. പിന്നെ ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2025 ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, 2025, 2023, 21, പിന്നെ അടുത്തത് ഇവിടെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് 2015 ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സത്യത്തിൽ ഈ ഒരു ഇത് തുറക്കുന്ന സമയത്ത് 2017 എന്നാണ് പറഞ്ഞത്. 15 ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ 15, അതാ 13 കൊടുത്തിട്ടുണ്ട്, 12 കൊടുത്തിട്ടുണ്ട്. അതെ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതിൻ്റെ പ്രത്യേക എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PYQs കുറേ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ PYQs ചെയ്യുന്നത് ഈ എക്സാമിനൻ്റെ ഈ ബുക്കിൽ നിന്നാണ്. പിന്നെ ഇവിടെ നമുക്കിതാ ഷോർട്ട് ടൈപ്പ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കാട്ടി കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സ്കോർ 4 ആണ്. ഇത് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവും. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യണോ എക്സാം അടുക്കുമ്പോൾ സമയത്ത് ചെയ്താലും മതി, അല്ലാതെ വേറെ കുഴപ്പമില്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് PYQs ആണ്. PYQs ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ, അത് പഠിക്കുന്ന സമയത്ത് സമയമുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ എക്സാം അടുക്കുന്ന സമയത്ത് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഇത് പോകുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് അവർ യൂണിറ്റ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതാണ് യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയാം. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ യൂണിറ്റ് ടെസ്റ്റ്, അതിൻ്റെ ആൻസേഴ്സും താഴെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈമും അവർ പറഞ്ഞിട്ടുണ്ട്, എത്ര ടൈമിൽ ചെയ്യണം, എത്രയാണ് സ്കോർ. അതനുസരിച്ച് നമ്മൾ എഴുതിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, താഴെ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ഇവർ വെച്ചിട്ടുള്ളത്. ഇതാണ് കെമിസ്ട്രിയിൽ പറയാനുള്ളത്. പിന്നെ അവർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിട്ടുണ്ട്. കണ്ടോ, പിന്നെ എല്ലാ കാര്യങ്ങളും കാണിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് March 25 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർ വെച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് ബാക്കിലേക്ക്, ഏറ്റവും ബാക്കിലാണ് അവർ വയ്ക്കുക. ഇതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ഫസ്റ്റ് അതാണ് കണ്ടോ, ഇതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കിട്ടിയില്ലെങ്കിൽ അവർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് റെഫർ ക്വസ്റ്റ്യൻ നമ്പർ 2 പേജ് നമ്പർ 34 എന്ന് കൊടുത്തിട്ടുണ്ട്, 58 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്താണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഈ ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ പറഞ്ഞില്ലേ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ. ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്തൊന്നും നമുക്കറിയാൻ പറ്റും, റെഫർ ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻഡ് പേജ് നമ്പർ 95 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇതെന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററായിട്ട് റിലേറ്റഡ് ആണല്ലോ, ഓരോ ക്വസ്റ്റ്യനും ഓരോ ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ അതേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് അവിടെ ചെന്ന് നോക്കാനായിട്ട് അവർ പറയുന്നത്. കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈ 2025 വരെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ചാപ്റ്ററിൻ്റെ ഇതിൽ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ചെന്ന് നോക്കാനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടില്ല. സത്യത്തിൽ പറഞ്ഞ് ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടില്ല. പകരം ഓരോ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ ആ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ചാപ്റ്റർ വൈസായിട്ട് ക്വസ്റ്റ്യൻ PYQസിൽ അവിടെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് PYQ ആയില്ലേ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ PYQ ആയി. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കൂടെയായിരിക്കും വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഔട്ടർ കവർ എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് നമുക്ക് ഫിസിക്സിലും വരുന്നത്. ഫിസിക്സിലും സമയത്ത് ഇതേ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ടൈം 8 minutes ആയി കേട്ടോ. അപ്പം നോക്കാം. ചാപ്റ്റർ 1 ഇലക്ട്രിക്കൽ ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സിംപ്ലിഫൈഡ് നോട്ട്സ് ഉണ്ട്. കണ്ട്, ഇതൊക്കെ സിംപ്ലിഫൈഡ് നോട്ട്സ് ആണ്. അതേപോലെ തന്നെ അവരെന്ത് ചെയ്ത് വെച്ചാൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഭാഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷെ നമുക്ക് അതൊക്കെ മതിയല്ലോ, കളർഫുൾ നമുക്ക് ടെക്സ്റ്റിൽ കളർഫുൾ ആണല്ലോ, അപ്പോൾ അത് ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് എന്താണ് ഡെറിവേഷനും അവർ തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഫിസിക്സിൽ അതാണ് ഒരു പ്രത്യേകത, അവർ ഡെറിവേഷനും തരും. പിന്നെ ഇവിടെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനും ആൻസേഴ്സൊക്കെ ഉണ്ടാവും, PYQs കാണും, എല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ടാവും, ലോങ് ആൻസർ ടൈപ്പും കാണും. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ എന്തുണ്ടാവും, ഉറപ്പായിട്ട് അവസാനത്തെ പേജിൽ നമുക്ക് ഇതും കാണാനായിട്ട് പറ്റും. അതായത് ഇതല്ല, നമുക്ക് ലാസ്റ്റ് ഒരു യൂണിറ്റ് ടെസ്റ്റും കാണാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ നോക്കും, ഇതാണ് ഇവിടുത്തെ യൂണിറ്റ് ടെസ്റ്റ്. കണ്ടോ, ഇവിടെ ആൻസർ തന്നിട്ടുണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ യൂണിറ്റ് ടെസ്റ്റ് നമുക്ക് ലാസ്റ്റാണ് നോക്കുക. അത് ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസറും തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ രീതിയിലാണ് ഫിസിക്സിലും കൊടുത്തിട്ടുള്ളത്. അപ്പം അത് സെയിം ആണ്, രണ്ടും സെയിം ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഏതാണ് ചോദിച്ചാൽ ബയോളജിയാണ്. ബയോളജിയിലും സെയിം തന്നെയാണ്. പക്ഷേ ഞാൻ ഒന്ന് നോട്ട്സ് കാണിച്ചു തരാം. നോട്ട്സിൽ കുറച്ച് പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റിൽ ഭയങ്കര വലുതായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബോർഡിന് മാത്രം പഠിക്കുന്നവരാണെങ്കിൽ ഇത് വായിച്ചിട്ട് എക്സാമിന് പോയാൽ മതി. ഓക്കെ, ഇപ്പോൾ ബോർഡിനല്ല നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഇത് വായിക്കാൻ നിൽക്കരുത്, ടെക്സ്റ്റ് തന്നെ വായിക്കണം. ഓക്കെ, സിംപ്ലിഫൈഡ് നോട്ട്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സെയിം രീതിയിലോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും PYQs എന്താണ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ബയോളജി ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ.
ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ എനിക്ക് പറയാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് തന്നെ ധാരാളമാണ്. 2025-ൻ്റെ ഇതും ഉണ്ട്. 2025-ലെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതും വെച്ചിട്ടുണ്ട്. പിന്നെ റിലേഷൻ ആൻഡ് ഫങ്ഷൻസും ഉണ്ട് കണ്ടോ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും പിന്നെ PYQs ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ ലെന്ത് കൂടാതിരിക്കണം. ഇപ്പം 9 മിനിറ്റ്സ് അല്ല 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, വീഡിയോ ലെന്ത് കൂടാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് സെക്കൻഡ് ലാംഗ്വേജും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. സെക്കൻഡ് ലാംഗ്വേജും ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷും കൂടി കാണിച്ചു തരാം. അപ്പോൾ എൻ്റേത് ഹിന്ദിയാണ്, നിങ്ങൾക്ക് മലയാളമാണ് കൂടുതലും. എനിക്ക് ഇപ്പോൾ ഹിന്ദിയാണ്. ഹിന്ദി ഉള്ളവരും ഉണ്ട്, അപ്പോൾ എനിക്ക് അറിയത്തില്ല, പലവർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്നാലും ഞാൻ കാണിക്കത്തില്ല. ഹിന്ദിയിലും ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് കാണിച്ചിട്ട് ഹിന്ദി കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇവർ ഗ്രാമറും ഡിസ്കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും തന്നിട്ടുണ്ട് കേട്ടോ. അത് ഗ്രാമറും ഡിസ്കോഴ്സസും ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എന്താണ് ഇവിടെ ഉണ്ട്. അത് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ +1-ൽ ഇങ്ങനെ ഗ്രാമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നിട്ടില്ലായിരുന്നു. നമ്മൾ ഈ PYQs ഉണ്ടല്ലോ, ആ PYQസിലാണ് സത്യത്തിൽ നോക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്. PYQസിൽ ചെറുതായിട്ടൊക്കെ കൊടുത്തിരിക്കും. പക്ഷേ ഈ ഒരു വർഷം അവർ ഗ്രാമറും ഡിസ്കോഴ്സസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് ആയിട്ട് സിംപ്ലിഫൈഡ് സമ്മറി പണ്ടേ ഉണ്ടായിരുന്നു. അതായത് അവർ ഇംഗ്ലീഷിലാണല്ലോ, അപ്പോൾ ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിൽ കൊടുക്കും. പിന്നെ ഇംഗ്ലീഷിലുള്ള ആ സമ്മറി അത് കുറച്ച് ചുരുക്കി കൊടുക്കും. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഈ ഫസ്റ്റ് യൂണിറ്റിൽ ഈ സംഭവമൊക്കെ നമ്മൾ വായിക്കണം. ഇത് ടെക്സ്റ്റിലുള്ളതാണെന്ന് തോന്നുന്നു, ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചേക്കണം. ഇതിൻ്റെ കോട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് നോക്കി വയ്ക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ എക്സാമിൻ്റെ ബുക്കൊക്കെ ഒന്ന് വായിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പ്രൊഫൈൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കുക, 2-3 സെൻറ്റൻസ് പഠിച്ച് വയ്ക്കുക. അത് സമ്മറി കൊടുത്തിട്ടുണ്ട്, ഇത് ചുരുക്കിയാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ് ഇവിടെ നമുക്ക് പിന്നെ അടുത്ത ആക്ടിവിറ്റീസ്, സ്പീച്ച്. നമുക്കിപ്പം അതായത് നമ്മൾ സ്കൂളിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ട് സ്പീച്ചൊക്കെ ആക്ടിവിറ്റി 1 ചെയ്തുകൊണ്ട് വരാം. ആ സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ ഇത് നോക്കി എഴുതാറുണ്ട്. പരമാവധി ഞാൻ എൻ്റെ ഓണായിട്ട് എഴുതാനും ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് എപ്പോഴും നമുക്ക് ടൈം കിട്ടത്തില്ല. സയൻസിൽ എന്തെങ്കിലും ഹോംവർക്സ് ഒക്കെ ഉണ്ടാവും, പിന്നെ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല. ആ സമയത്തൊക്കെ ഞാൻ ഇതിനാണ് എഴുതുന്നത്. പിന്നെ ഞാൻ എക്സാം ടൈം ആവുന്ന സമയത്ത് ഞാൻ എഴുതിക്കൊണ്ട് പോയതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ രീതിയിൽ എഴുതും. അതേപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നൊക്കെ എടുത്ത് പഠിക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ഇവിടുത്തെ ഇതാണ് സ്പീച്ച്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനാണെങ്കിൽ ഇതിലുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് വയ്ക്കും. അതായത് ഈ ഇപ്പോൾ അപ്രീസിയേഷൻ തരുന്ന സമയത്ത് ഇവിടെ കുറേ നല്ല നല്ല വാക്കുകളുണ്ടാവും, അതൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ച് വയ്ക്കുക. അതൊക്കെ നല്ലതാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. യൂണിറ്റ് ടെസ്റ്റ് ഇല്ല കേട്ടോ. സയൻസിലാണ് യൂണിറ്റ് ടെസ്റ്റ് ഉള്ളത്. ഇതിൽ നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് തരുന്നില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരെ ഉള്ളൂ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആ ഒരു സെക്ഷനില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് അപ്പോൾ ഇത് സെയിം ആണ്. നമ്മൾ പറഞ്ഞ പോലെ 230 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയാം. ഇനി നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പറയാം. സെക്കൻഡ് ലാംഗ്വേജ് എന്ന സമയത്ത് ഹിന്ദിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ലാംഗ്വേജ് എന്ന് എനിക്ക് അറിയത്തില്ല, അപ്പോൾ അതൊന്ന് ഞാൻ മെൻഷൻ ചെയ്യണം, അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രാമറും ലാംഗ്വേജ് എലമെൻറ്റ്സ് ഒക്കെ ഇതിലുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 2020 തൊട്ട് 2024 വരെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തിക്നെസ് അറിയാം, കുറച്ച് തിക്കേ ആയിട്ടുള്ളൂ, അങ്ങനെ വലുതായിട്ടുള്ള ഒരു തിക്നെസ് ഒന്നും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതുകൊണ്ട് ഇതിൽ അത്രയും കുറച്ച് കാര്യങ്ങൾ കണ്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. കാരണം നമുക്ക് സയൻസിന് അത്ര കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് അല്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ അവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് കുറേ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. യൂണിറ്റ്സ് ഒക്കെ നമുക്ക് നോക്കി പേജ് വൈസ് നോക്കാം. ഇതൊക്കെ കണ്ടല്ലോ, ഇത് അതിന് ഇതിനെ ചുരുക്കി കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, അത് ചുരുക്കി കൊടുത്തിട്ട് അതിനെ ചുരുക്കി കൊടുത്ത് മലയാളത്തിൽ അത് സമ്മറി കൊടുത്തേക്കാണ്. ഇത് നമ്മൾ ഇതാണ്, അതായത് ആ യൂണിറ്റിൻ്റെ കാര്യങ്ങളാണ്. ഇതാണ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്ററിൽ ഇതാണ്ട് ഇവിടെ കാര്യങ്ങളിൽ നമുക്ക് ഇവിടെ കവിയാണെന്നാണ് തോന്നുന്നത്. കവിയാണ്. കവിയുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്ലോസറി ഉണ്ട്. ഈ ഗ്ലോസറിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് നോക്കാൻ പറ്റും. പിന്നെ ഇതെന്ന സമയത്ത് കവിതയുടെ സാരാംശമാണ്. സാരാംശം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ സാരാംശം കൊടുത്തിട്ടില്ലായിരുന്നു. കവിയെ പറ്റിയാണ് ഇവിടെ കൊടുത്തിരുന്നത്. കവിയുടെ പേര് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്തത് ഇവിടെയാണ് സാരാംശം കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ കവിതയുടെ സാരാംശം കണ്ടോ, കവിതയുടെ സാരാംശമാണ്. ഓക്കെ, ഇത് കവിത സാരാംശം, ഇവിടെ കവിത സാരാംശം, ഇവിടെയാണ് കവി കുറച്ച് കൊടുത്തിരുന്നത്. ഓക്കെ, കുറച്ച് കൊടുത്തിരുന്നത്. ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആയിട്ടാണ് വരുന്നത്. അപ്പം ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ, സെക്കൻഡ് ചാപ്റ്ററാണ് പാർട്ട് ദോ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ലാംഗ്വേജിലൊക്കെ വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഇതിൽ എനിക്ക് +1 എക്സാമിനർ ബുക്കിൽ ഗ്രാമർ കണ്ടൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഗ്രാമർ എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ എനിക്കിപ്പം ഇത് ഞാൻ വായിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് എവിടെയാണെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം +1 ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കട്ടിയല്ലായിരുന്നു, കുറച്ച് തിക്നെസ് കുറവാണ്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് അത്രയ്ക്ക് തിക്കല്ല അല്ലേ, മറ്റേനെ അനുബന്ധിച്ച് നോക്കുന്ന സമയത്ത് അത്രയും തിക്കല്ല. പക്ഷേ കഴിഞ്ഞ +1 ബുക്ക് എടുക്കുന്ന സമയത്ത് നല്ല തിക്കായിരുന്നേ. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി കണ്ടൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടൻറ്റിൻ്റെ അകത്ത് +1 ഇതിനകത്ത് അവർ ഗ്രാമറും ഡിസ്കോഴ്സസിനെ പറ്റി കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഡിസ്കോഴ്സസ് കുറേ ഉണ്ടായിരുന്നു, ഗ്രാമർ എനിക്ക് തോന്നുന്നു കുറച്ചുണ്ടായിരുന്നു, ഡിസ്കോഴ്സസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ നോക്കി പോകേണ്ട ആവശ്യം വന്നില്ല, ജസ്റ്റ് ക്ലാസ്സസ് കാണുകയാണ് ചെയ്തത്. ഇതിൽ നിന്നാണ് ഞാൻ കൂടുതലും നോക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായത്. നല്ല ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നല്ല എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഇംഗ്ലീഷിലല്ല മലയാളത്തിലായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായത്. ഹിന്ദിയിലും കൊടുത്ത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, +1 എന്താണ് ബുക്സ് കാണണമെങ്കിൽ അത് നിങ്ങളൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നതിന് ബൈ. അപ്പോൾ പ്ലീസ് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.